ട്രെയിൻസ് ക്ലർക്ക്, ജൂനിയർ ടൈം കീപ്പർ, സ്റ്റേഷൻ മാസ്റ്റർ, ട്രാഫിക് അസിസ്റ്റന്റ് തുടങ്ങിയ അനേകം ഹൈ പേയിങ് ജോലികൾ ഇന്ത്യൻ റെയിൽവേയിലുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള ജോലികളിലേക്കൊക്കെയുള്ള റിക്രൂട്ട്മെന്റ് ഒരു ഒറ്റ NTPC എക്സാമിനേഷനിലൂടെയാണ് നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? എന്താണ് RRBയുടെ NTPC എക്സാമിനേഷൻ? ആർക്കൊക്കെ ഇതിന് അപേക്ഷിക്കാം? പ്രായപരിധി എന്താണ്? ഇതിൽ വരുന്ന പോസ്റ്റുകൾ എങ്ങനെയൊക്കെയാണ്? അതുപോലെ തന്നെ സെലക്ഷൻ പ്രോസസ്സ് എന്തൊക്കെയാണ്? തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായി ഡിസ്കസ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനിലൂടെ എങ്ങനെ വരുന്ന നോട്ടിഫിക്കേഷൻ സൈക്കിളിൽ ഇന്ത്യൻ റെയിൽവേയിൽ നിങ്ങൾക്കും ഒരു ജോലി ഉറപ്പാക്കാമെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ എങ്ങനെ ഇന്ത്യൻ റെയിൽവേയിലേക്ക് ഒരു കരിയർ ടിക്കറ്റ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് RRB NTPC എന്നാണ്. സോ NTPCയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് ആണ്. അപ്പോൾ റെയിൽവേയിൽ പലതരത്തിലുള്ള ജോലികളുണ്ട് അല്ലേ? നിങ്ങൾക്കറിയാം, ടെക്നിക്കൽ ജോലികൾ ഈ ALPയോ അല്ലെങ്കിൽ നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ ഒക്കെ പോലെയുള്ള ടെക്നിക്കൽ ജോലികൾ വരുന്നുണ്ട്. എന്നാൽ അതല്ലാതെ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് യാതൊന്നുമില്ലാത്ത ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോലികളാണ് NTPC എക്സാമിൽ സാധാരണ വരാറുള്ളത്. അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഒക്കെ പോലെ വരുന്ന ക്ലറിക്കൽ ജോലികൾ, അല്ലെങ്കിൽ സ്റ്റേഷൻ മാസ്റ്റർ വരുന്നുണ്ട്, പിന്നെ വീണ്ടും ഗുഡ്സ് ട്രെയിൻ മാനേജർ, ട്രാഫിക് അസിസ്റ്റന്റ് പോലെ വരുന്ന ജോലികളൊക്കെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിലൂടെ സാധാരണ വിളിക്കാറുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും തന്നെ ആവശ്യമില്ല. സോ ജസ്റ്റ് +2 ഡിഗ്രിയോ ഉള്ള ഏതൊരാൾക്കും ഇവിടേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ റെയിൽവേസിൻ്റെ റിക്രൂട്ട്മെൻറ്റ് എപ്പോഴും ടെൻസ് ഓഫ് തൗസൻഡ്സിലാണ് നടക്കുന്നത് അല്ലേ? അപ്പോൾ RRB NTPCയുടെ റിക്രൂട്ട്മെൻറ്റും അതുപോലെ തന്നെ 10,000ങ്ങളുടെ വേക്കൻസീസിലാണ് എപ്പോഴും നടക്കാറുള്ളത്. ഇനി അടുത്തതായിട്ട് ഏതൊക്കെ പോസ്റ്റുകളാണ് ഇതിൻ്റെ അണ്ടറിൽ വരുന്നത് നമുക്ക് നോക്കാം. സോ പ്രധാനമായിട്ടും 2 ക്ലാസിഫിക്കേഷൻസ് ആണ് RRB NTPC എക്സാമിൽ വരുന്നത്. അതിൽ പോസ്റ്റുകൾ നമ്മൾ ഒന്ന് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളെന്നും അടുത്തത് ഗ്രാജുവേറ്റ് പോസ്റ്റുകളെന്നും പറയും. അപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഗ്രിയുടെ താഴെ, അതായത് +2 പാസ്സായിട്ടുള്ള ഏതൊരാൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഉണ്ട്, അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഉണ്ട്, ജൂനിയർ ടൈം കീപ്പർ ഉണ്ട്, ട്രെയിൻസ് ക്ലർക്ക് ഉണ്ട്, കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ക്ലറിക്കൽ പോസ്റ്റുകളാണ് ഈ ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്ക് നിങ്ങളുടെ റിക്രൂട്ട്മെൻറ്റിൽ നിങ്ങൾക്കൊരു ടൈപ്പിംഗ് ടെസ്റ്റ് കൂടി ചെയ്യാനായിട്ടുണ്ടാവും. സോ അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ഫയൽസ് മെയിൻറ്റെയിൻ ചെയ്യുക, ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ടൈപ്പ് ചെയ്യുക, അതിൻ്റെ സീനിയർ ഒഫീഷ്യൽസ് ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ അവർ പറയുന്ന ജോലികൾ ചെയ്യുക. സോ ബേസിക്കലി ഡേ ടു ഡേ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളായിരിക്കും നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇനി അടുത്തത് വരുന്നത് ജൂനിയർ ടൈം കീപ്പർ എന്ന് പറയുന്ന ജോലിയാണ്. അപ്പോൾ ഇതിൻ്റെ പേര് പറയുന്നത് പോലെ തന്നെ പല ട്രെയിനുകളുടെയും ഒക്കെ ട്രാക്കിങ്ങിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും ഭാഗമായിട്ടുള്ള ടൈം കീപ്പിംഗ് ജോലിയാണ് നിങ്ങൾക്ക് ഇവിടേക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതായത് അറ്റൻഷൻ ടു ഡീറ്റെയിൽ ആവശ്യമായിട്ടുള്ള ഒരു ജോലിയാണ് ഇവിടെ. സോ ട്രെയിനിൻ്റെ പങ്ക്ച്വാലിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്മൂത്ത് റണ്ണിങ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോസ്റ്റ് വരുന്നത്. അടുത്തത് വീണ്ടും ട്രെയിൻസ് ക്ലർക്ക് എന്ന് പറയുന്ന ഒരു ജോലിയാണ്. അപ്പോൾ ഇതും കൂടുതലും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റോളിലേക്ക് തന്നെ വരുന്ന ജോലിയാണ്. അതായത് ട്രെയിൻസിൻ്റെ ഷെഡ്യൂളൊക്കെ കറക്റ്റായിട്ട് നോക്കുക, അതിനനുസരിച്ചിട്ടുള്ള ട്രെയിൻ മൂവ്മെൻറ്റ് ട്രാക്ക് ചെയ്യുക, കാർഗോ ഡീറ്റെയിൽസ് മാനേജ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള ജോലിയാണ് ഇവിടെ വരുന്നത്. ഇനി കമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയുന്നത് നമുക്കൊക്കെ കണ്ട് പരിചയമുള്ള ഒരു ജോലിയാണ് അല്ലേ? അതായത് വളരെ എന്താ പറയുക, പബ്ലിക് ഫേസിങ് ആയിട്ടുള്ള ഒരു ജോലിയാണ് ഇത് എന്ന് പറയാം. സോ ടിക്കറ്റ്സ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നതും അതുപോലെ തന്നെ പാസഞ്ചേഴ്സിൻ്റെ ക്വയറീസ് ഒക്കെ ആൻസർ ചെയ്യുന്നതും മേ ബി ക്യാഷ് മാനേജ് ചെയ്യുന്നതും ഒക്കെ തന്നെ ഇവിടെ വരുന്ന ഈ ഒരു പോസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ പോസ്റ്റുകളാണ് NTPCയിൽ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിൻ്റെ കീഴിൽ വരുന്നത്. ഇനി അടുത്തത് ഗ്രാജുവേറ്റ് പോസ്റ്റുകളാണ്. അപ്പോൾ ഗ്രാജുവേറ്റ് പോസ്റ്റുകൾ എന്ന് പറയുന്നത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു പോസ്റ്റാണ് സ്റ്റേഷൻ മാസ്റ്റർ. അപ്പോൾ സ്റ്റേഷൻ മാസ്റ്ററെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് തന്നെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്നത് ഒരു സ്റ്റേഷൻ്റെ പബ്ലിക് ഫേസ് ആണ് അല്ലേ? പാസഞ്ചേഴ്സിൻ്റെ സേഫ്റ്റി, അവരുടെ മൊത്തത്തിലുള്ള കൺവീനിയൻസ്, ട്രെയിനുകളുടെ മാനേജ്മെൻറ്റ്, അങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ മൊത്തത്തിലുള്ള ഒരു ഉത്തരവാദിത്വം വരുന്നത് ഒരു സ്റ്റേഷൻ മാസ്റ്ററുടെ കയ്യിലാണ്. ഇനി അതുപോലെ തന്നെ വരുന്ന ഒരു പോസ്റ്റാണ് ട്രാഫിക് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. സോ മൊത്തത്തിലുള്ള റെയിൽ ഓപ്പറേഷൻസിൻ്റെയൊക്കെ സ്മൂത്ത് ഫങ്ഷനിങ് എൻഷുർ ചെയ്യുന്ന ഒരു ഓപ്പറേഷണൽ പോസ്റ്റാണ് ട്രാഫിക് അസിസ്റ്റൻറ്റിൻ്റേത്. മേ ബി ഇവിടെ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന ജോലികൾ കുറച്ചെങ്കിലും പ്രഷറുള്ള ഒരു ജോലിയാണ് ട്രാഫിക് അസിസ്റ്റൻറ്റിൻ്റേത് എന്ന് പറയാം. ഇനി അടുത്തത് ഗുഡ്സ് ട്രെയിൻ മാനേജറാണ്. സോ കൂടുതലും ഇവിടെ പേരിൽ പറയുന്നത് പോലെ തന്നെ ഗുഡ്സ് ട്രെയിനിൽ നിന്നും വരുന്ന ലോഡുകളുടെയൊക്കെ മാനേജിങ്ങും അതിൻ്റെ ലോഡിങ്, അൺലോഡിങ്, സൂപ്പർവിഷനൊക്കെയാണ് ഈ ഒരു ജോലിയിലുള്ള ആൾ ചെയ്യേണ്ടത്. ഇനി അടുത്തത്
അടുത്തത് സീനിയർ കമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയുന്ന ജോലിയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിനകത്ത് ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്. അതിൻ്റെ ഒരു സീനിയർ പോസ്റ്റാണ് ഇവിടേക്ക് വരുന്നത്. അപ്പോൾ കൂടുതലായിട്ടും സൂപ്പർവൈസിങ്ങും മാനേജ്മെൻറ്റും റിലേറ്റഡ് ആയിട്ടുള്ള ജോലികളായിരിക്കും ഇവിടെ നിങ്ങൾക്ക് ചെയ്യേണ്ടത്. ആൻഡ് വീണ്ടും സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്നത് നേരത്തെ കണ്ട ജോലിയുടെ സീനിയർ പോസ്റ്റ് തന്നെയാണ് ഇവിടേക്ക് വരുന്നത്. അപ്പോൾ ക്ലറിക്കൽ പോസ്റ്റുകൾ തന്നെയായിരിക്കും, അല്ലെങ്കിൽ ക്ലറിക്കൽ ഡ്യൂട്ടീസ് ആയിരിക്കും നിങ്ങൾക്ക് ചെയ്യേണ്ടത്. പക്ഷേ നേരത്തെ ചെയ്ത നിങ്ങളുടെ ജൂനിയർ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി കോംപ്ലെക്സ് ആയിട്ടുള്ള ജോലികളോ അല്ലെങ്കിൽ മാനേജിങ് റെക്കോർഡ്സ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടേക്ക് ചെയ്യേണ്ടത്. കൂടുതലും അഡ്മിനിസ്ട്രേറ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള ടൈപ്പിംഗ് ജോലികളായിരിക്കും ഇവിടെ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരിക. ഇനി അടുത്തത് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന പ്രൊഫൈലാണ്. അപ്പോൾ ഇവിടെ വീണ്ടും ടൈപ്പിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ടൈപ്പിംഗ് ടെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ജോലിയാണ്. നെക്സ്റ്റ് ടൈം കീപ്പർ. സോ ടൈം കീപ്പർ എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ ഷെഡ്യൂൾസ് ഒക്കെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യുക. ആൻഡ് ആ ഷെഡ്യൂൾസ് ഒക്കെ ട്രെയിൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക. അടുത്തത് കൊമേഴ്ഷ്യൽ അപ്രൻറ്റീസ് ആണ്. അപ്പോൾ ഇത് വീണ്ടും ഒരു സൂപ്പർവൈസറി പൊസിഷനാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ കീഴിൽ വരുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ വേണം, അതായത് ഓരോ പോസ്റ്റും എന്താണ്, അവരുടെ ജോബ് പ്രൊഫൈൽ എന്താണ്, ഓർ മേ ബി അവരുടെ പ്രൊമോഷണൽ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോയിൽ കോമെൻറ്റ്സിലൊന്ന് പറഞ്ഞാൽ മതി. ഇനി ഇപ്പോൾ നമ്മളൊരു ഒഴുക്കിൽ ജസ്റ്റ് ആ ഒരു ഓവറോൾ പ്രൊഫൈൽ മാത്രമേ പറയുന്നുള്ളൂ, ഓരോന്നിലും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. ഓക്കെ, അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ 2 പോസ്റ്റുകളാണുള്ളത് അല്ലേ, ഗ്രാജുവേറ്റ് ഉണ്ട്, അണ്ടർ ഗ്രാജുവേറ്റ് ഉണ്ട്. സോ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഒബ്വിയസ്ലി +2 ആയിരിക്കും. ഗ്രാജുവേറ്റ് പോസ്റ്റിൻ്റെത് ഡിഗ്രി ഏതും ആകാം, ഏതാണെങ്കിലും കുഴപ്പമില്ല. ആൻഡ് അഡീഷണലി ടൈപ്പിംഗ് ടെസ്റ്റ് വരുന്നത് കൊണ്ട് തന്നെ ടൈപ്പിംഗ് സ്കില്ല് ഒരു ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിറ്റി ആയിരിക്കും. അല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെ ടൈപ്പിംഗ് സർട്ടിഫിക്കറ്റ് വേണം എന്നൊന്നുമില്ല, അതൊരു ഡിസൈറബിൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ഏജ് ലിമിറ്റ് ആണ്. സോ സാധാരണ ഏജ് ലിമിറ്റ് വരാറുള്ളത് 18 to 30 ഇയേഴ്സ് ആണ് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിന്. ഗ്രാജുവേറ്റ് പോസ്റ്റിന് 18 to 33 ഇയേഴ്സ് ആണ്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ കോവിഡ് റിലാക്സേഷനൊക്കെ കാരണം 33 എന്നുള്ളത് 36ഉം 30 എന്നുള്ളത് 33ഉം ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വരുന്ന നോട്ടിഫിക്കേഷനിലും അത്രയും ഉണ്ടാവുമോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. സോ ജനറലി അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിന് 18 to 30 ആണ്. കോവിഡ് റിലാക്സേഷനോടുകൂടി അത് 18 to 33 ആകും. ഇനി ഗ്രാജുവേറ്റ് പോസ്റ്റിന് 18 to 36 ആണ് വിത്ത് റിലാക്സേഷൻ, വിത്ത് കോവിഡ് റിലാക്സേഷൻ. ഇല്ലാന്നുണ്ടെങ്കിൽ 33 ആണ് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഐഡിയൽ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അടുത്ത നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് ആ 33 എന്നുള്ളത് 36 ആവോ, ഈ നോട്ടിഫിക്കേഷനിൽ പോലെ തന്നെ ആവോ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾ ഇത് ജനറൽ കാറ്റഗറിക്ക് വേണ്ടി പറഞ്ഞ കാര്യമാണ്. ജനറൽ കാറ്റഗറിയുടെ കൂടെ തന്നെ ഇവിടെ ഇഷ്ടംപോലെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. OBC-കാർക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷനും SC/ST-കാർക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷനും ഉണ്ട്. ഇത് ബാക്കി വരുന്ന റിലാക്സേഷൻ കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് 10 വർഷത്തെ ഏജ് റിലാക്സേഷനും റെയിൽവേ സാധാരണ തരാറുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ എക്സാം പാറ്റേൺ ആണ്. എങ്ങനെയാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് കൂടി നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് 2 CBTs ആണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകളാണ്. ആദ്യത്തേതിൽ ജനറൽ അവയർനെസ്, മാത്തമാറ്റിക്സ്, വീണ്ടും ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്. ഇല്ല, ഇംഗ്ലീഷ് ഇല്ല, ഇംഗ്ലീഷിൽ നിങ്ങൾ നോക്കിയേ വേണ്ട. സോ 100 ചോദ്യങ്ങൾ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഒരു ക്വസ്റ്റിന് 1 മാർക്ക് വീതം. 100 മാർക്കിലാണ് നിങ്ങളുടെ എക്സാം. 1.5 മണിക്കൂറാണ് നിങ്ങളുടെ സമയം. ആദ്യത്തെ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങളുടെ രണ്ടാമത്തെ CBT-യിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ 120 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. സോ 100-ൽ നിന്നും 120 ആയി. പക്ഷേ എക്സാമിൻ്റെ ടൈം സ്റ്റിൽസ് റിമെയിൻസ് ദ സെയിം. 1.5 മണിക്കൂർ തന്നെയാണ് എക്സാമിൻ്റെ സമയം എന്ന് പറയുന്നത്. വീണ്ടും ഇവിടെ ക്വസ്റ്റ്യൻസിൻ്റെ വെയിറ്റേജിൽ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ജനറൽ അവയർനെസ് ഇവിടെ 50 മാർക്സ് ആയി, നേരത്തെ അത് 40 ആയിരുന്നു. മാത്തമാറ്റിക്സ് 30-ൽ നിന്നും 35 ആയി, റീസണിങ്ങും അതുപോലെ തന്നെ 30-ൽ നിന്നും 35 ആയി. ഇതാണ് ഇവിടെ വരുന്ന വ്യത്യാസം. പക്ഷേ CBT 2-ലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ പഠിച്ച സിലബസിലൊന്നും ഒരു മാറ്റമില്ല. ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ നന്നായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്യും എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അതിനുശേഷം സ്കിൽ ടെസ്റ്റുകൾ വരുന്നുണ്ട്. അതിലൊന്ന് CBAT ആണ്. CBAT എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. അത് എല്ലാ പോസ്റ്റിലേക്കും ഇല്ല. ഫോർ എക്സാമ്പിൾ സ്റ്റേഷൻ മാസ്റ്ററിലേക്കും ട്രാഫിക് അസിസ്റ്റൻറ്റിൻ്റെ എക്സാമിലേക്കും ആ പോസ്റ്റിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾ എന്തായാലും അപ്പിയർ ചെയ്തിരിക്കണം, ക്ലിയർ ചെയ്തിരിക്കണം. ഇനി ക്ലറിക്കൽ പോസ്റ്റുകളിലേക്കാണ് നോക്കുന്നതെങ്കിൽ ടൈപ്പിസ്റ്റ് ആ പോസ്റ്റിലേക്കാണ് നോക്കുന്നതെങ്കിൽ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റും നിങ്ങൾ ക്ലിയർ ചെയ്തിരിക്കണം. അപ്പോൾ ഇത് എല്ലാ പോസ്റ്റിനും ത്രൂ ഔട്ട് വരുന്ന ഒരു
മാൻഡേറ്ററി ആയിട്ടുള്ള ടെസ്റ്റ് അല്ല, അത് പോസ്റ്റ് സ്പെസിഫിക് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതിനുശേഷം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ ടെസ്റ്റും നടക്കും. സോ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ മാർക്ക് ലിസ്റ്റുകളൊക്കെ കറക്റ്റ് ആണോ, അതുപോലെ റിലാക്സേഷൻ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും. വീണ്ടും ഇവിടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഓരോ പോസ്റ്റിനും ഡിഫറെൻ്റ് ആണ്. സ്റ്റേഷൻ മാസ്റ്ററുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് അല്ല ക്ലറിക്കൽ പോസ്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ അത് ആ പോസ്റ്റിനനുസരിച്ചിട്ടുള്ള മെഡിക്കലി നിങ്ങൾ ഫിറ്റ് ആണോ എന്നും ചെക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു എക്സാമിനേഷനെ പറ്റിയിട്ടും പോസ്റ്റുകളെ പറ്റിയിട്ടും ഒക്കെയുള്ള ഒരു ഓവറോൾ ആയിട്ടുള്ള ഐഡിയ. അപ്പോൾ ഇത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ. നമ്മുടെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ മേ ബി ടുവേർഡ്സ് സെപ്റ്റംബറിലൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സ്പെക്റ്റ് ചെയ്തതിന് ശേഷം ഒരു 5-6 മന്ത്സിൻ്റെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടായിരിക്കും എക്സാമിനേഷൻ നടക്കുക. അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും നമ്മൾ റെഡിയായി 2026 നമ്മൾ റെയിൽവേസിന് ജോയിൻ ചെയ്യാൻ റെഡി ആവേണ്ടത് എങ്ങനെയാണ് അല്ലേ? അപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലുമുള്ളൊരു ചോദ്യം ഇത് തന്നെയായിരിക്കും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എൻട്രിയിൽ ഒരു പുതിയ ലേണിംഗ് സ്ട്രക്ചർ കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മളിതിനെ 3 ലെയർ ലേണിംഗ് സ്ട്രക്ചർ എന്നാണ് വിളിക്കുന്നത്. അതായത് ഇൻ കേസ് നിങ്ങൾ ആദ്യമായി കോമ്പറ്റേറ്റീവ് എക്സാംസിനെ പറ്റി കേൾക്കുന്ന ഒരു ആളാണെങ്കിൽ പോലും ബേസിക്കലി നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ പോലും, അതല്ല കുറച്ച് എക്സാംസൊക്കെ എഴുതി കുറച്ച് പ്രാക്ടീസ് ഉള്ള ഒരു ആളാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് 2026 റെയിൽവേ എക്സാമിൽ എങ്ങനെ ഉന്നത വിജയം കരസ്ഥമാക്കാം, അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ സ്ട്രക്ചറാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളിവിടെ കാണുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് ബേസിക് ലെവൽ ഓഫ് ലേണിംഗ് ആണ്. അവിടെ നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത് കൂടുതലും സിലബസ് ആണ്. ഇപ്പം റെയിൽവേയുടെ RRB NTPC എക്സാമിൻ്റെ നമ്മുടെ ഈ ഒരു ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷനിൽ പറയുന്ന എല്ലാ ടോപ്പിക്സും ഒന്നുപോലും മാറാതെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നിങ്ങൾക്ക് ബേസിക് ലെവൽ കവർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ഫൗണ്ടേഷൻ ലെവൽ ട്രെയിനിങ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഫൗണ്ടേഷനിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫർദർ നിങ്ങളുടെ Tier 2 വരുമ്പോഴേക്കും ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അത്ര എളുപ്പമായിരിക്കില്ല. സോ നിങ്ങളുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ബേസിക് ലെവൽ ട്രെയിനിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഇൻ്റർമീഡിയറ്റ് ലെവൽ ട്രെയിനിങ് ആണ്. അപ്പോൾ നിങ്ങളുടെ ബേസിക്സ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ വീക്കർ ഏരിയാസിലാണ്. എന്താണ് ഈ വീക്കർ ഏരിയ ഫോക്കസ് എന്ന് പറയുന്നത്? നമ്മൾ സിലബസ് മുഴുവൻ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളെ എല്ലാ ടോപ്പിക്സും ഒരേ ഒരു ഫ്ലോയിൽ അങ്ങ് പഠിച്ചിട്ടുണ്ടാവണം എന്ന് പറയുന്നത് നോട്ട് റിയലി പോസിബിൾ അല്ലേ? നമുക്ക് സ്റ്റിൽ നമ്മൾ മിസ്റ്റേക്സ് വരുത്തുന്ന ഏരിയാസ് ഉണ്ടാകും, എത്ര പഠിച്ചാലും തെറ്റിപ്പോകുന്ന ഏരിയാസ് ഉണ്ടാകും, മനസ്സിലാവാത്ത ഏരിയാസ് ഉണ്ടാകും. അങ്ങനെയുള്ള ഓരോ ഏരിയാസും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ നിങ്ങൾക്ക് കൂടുതൽ സ്ട്രെങ്ത് ട്രെയിനിങ് ആണ് നമ്മുടെ രണ്ടാമത്തെ ഫേസിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അവിടെ കൂടുതലായിട്ടും നിങ്ങളുടെ വീക്കർ ഏരിയാസ് കണ്ടുപിടിച്ച് അവിടെ എക്സ്ട്രാ ട്രെയിനിങ്ങും നിങ്ങളുടെ നോർമൽ വീക്കർ അല്ലാത്ത ഏരിയാസിൽ കൂടുതൽ പ്രാക്ടീസും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ മാക്സിമം പ്രാക്ടീസ് ഓറിയൻറ്റഡ് സെഷൻസ് ആയിരിക്കും നിങ്ങളുടെ ഇൻ്റർമീഡിയറ്റ് ലെവലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിനുശേഷം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എക്സ്പേർട്ട് ലെവൽ അല്ലെങ്കിൽ മെയിൻസ് ലെവൽ പ്രിപ്പറേഷനാണ്. ഞാൻ നേരത്തെ ജസ്റ്റ് പറഞ്ഞു, നമ്മുടെ CBT 1ഉം CBT 2ഉം തമ്മിൽ സിലബസിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോകുമ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ ലെവലിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഡിഫറൻസ് വരുന്നുണ്ട്. സോ ആ രീതിയിലുള്ള നിങ്ങളുടെ CBT 2വിൻ്റെ ബേസിക്കലി നിങ്ങളുടെ മെയിൻസ് ലെവൽ എക്സാമിൻ്റെ പ്രിപ്പറേഷനാണ് ഇവിടെ 3ാമത്തെ സ്റ്റേജിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വീണ്ടും ബേസിക്സ് കവർ ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ലെവൽ ട്രെയിനിങ്ങിൻ്റെ പോലെ വീക്കർ ഏരിയ ഫോക്കസ് ഒന്നുമല്ല. മാക്സിമം സ്പീഡിൽ എങ്ങനെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്തെടുക്കാം എന്നുള്ളത് ഷോർട്ട് കട്ട്സിലൂടെയും ട്രിക്സിലൂടെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ അപ്ലൈ ചെയ്ത് നിങ്ങളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാം ഇവിടെ 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ എടുത്ത് നോക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും ക്വസ്റ്റ്യൻസ് അത്ര ഹാർഡൊന്നുമല്ല, നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നോർമലി ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന 1.5 മണിക്കൂറിൽ എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ അതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ റാങ്ക് വരുന്നത് അല്ലേ? അപ്പോൾ അത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഒരു കൺവെൻഷണൽ രീതിയിൽ നിങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. അതിന് നല്ല രീതിയിൽ ഷോർട്ട് കട്ട്സ് അറിയണം. എങ്ങനെ ഷോർട്ട് കട്ട്സ് അപ്ലൈ ചെയ്ത് പെട്ടെന്ന് വിത്തിൻ സെക്കൻഡ്സ് നിങ്ങളുടെ ആൻസേഴ്സ് കണ്ടെത്തണമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അല്ലേ? അതിനുള്ള ട്രെയിനിങ് ആണ് നമ്മുടെ കോഴ്സിലൂടെ നമ്മളിവിടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം വരുമ്പോഴേക്കും നിങ്ങളെ കംപ്ലീറ്റ്ലി NTPC റെഡി ആക്കുക എന്നുള്ളതാണ് ഈ പുതിയ ലേണിംഗ് സ്ട്രക്ചറിലൂടെയുള്ള നമ്മുടെ ഒബ്ജക്റ്റീവ്
ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സാണ് നമ്മുടെ ക്ലാസ്സസിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്? സോ നമ്മൾ പുതിയതായിട്ട് മേ ബി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ടോപ്പിക്സിലൊക്കെ വിഷ്വലൈസേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് അടക്കം കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് റെക്കോർഡഡ് ക്ലാസ്സസിന് അൺലിമിറ്റഡ് ആക്സസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് കാണേണ്ട വീഡിയോ എത്ര തവണ വേണമെങ്കിലും എത്ര സ്പീഡിലിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് വീക്ക്ലി ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ ടീച്ചേഴ്സുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്വസ്റ്റ്യൻസും പങ്കുവയ്ക്കാനുള്ളൊരു അവസരമാണത്. ഇനി അതുകൂടാതെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ ഈ മെൻറ്റർഷിപ്പ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്ന മാത്രമല്ല, മേ ബി ഇൻഡിവിജ്വലി നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള അറ്റൻഷൻ കേറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെൻറ്റർഷിപ്പ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. മേ ബി ഇന്ന ടോപ്പിക്കിൽ നിങ്ങൾ കുറച്ച് ഭയങ്കര കെയർലെസ് ആണ്, അല്ലെങ്കിൽ പഠിക്കാനുള്ളൊരു മൂഡ് തോന്നില്ല, അങ്ങനെ അത്തരത്തിലുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മോട്ടിവേഷൻ സ്റ്റെപ്സ് വരെ നിങ്ങളുടെ മെൻറ്റേഴ്സിൽ നിന്നും നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യും. ഇനി നമ്മൾ ഇവിടെ ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു കോഴ്സ് നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ള ലെവൽ മുതൽ അഡ്വാൻസ് ലെവൽ വരെയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് വളരെ മെറ്റിക്കുലസ്ലി ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റഡി പ്ലാനിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. സോ എൻട്രിയിലെ അക്കാഡമിക് എക്സ്പേർട്സ് ആണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി അതുകൂടാതെ തന്നെ സ്റ്റഡി പ്ലാനിൻ്റെ ഭാഗമായി ഒരുപാട് മോക്ക് ടെസ്റ്റുകളും നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മോക്ക് ടെസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്ഷണൽ മോക്ക് ടെസ്റ്റുകളുണ്ട്, അത് എൻട്രിയിൽ അറ്റംപ്റ്റ് ചെയ്യാം. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളുണ്ട്, ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓരോ സ്റ്റേജ് ഓഫ് പ്രിപ്പറേഷനിലും മോക്ക് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് ആക്ച്വലി എക്സാമിൽ നടക്കുന്നത് എന്നതിനെ പറ്റി ഒരു നല്ല ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഇനി അത് മാത്രമല്ല, എൻട്രിയിലെ മോക്ക് ടെസ്റ്റിന് ഒരു എക്സ്ട്രാ സ്പെഷ്യാലിറ്റി ഉണ്ട്. നമുക്കിവിടെ AI അസിസ്റ്റഡ് ആയിട്ടാണ് മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ക്വസ്റ്റനും നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഓരോ ക്വസ്റ്റനും നിങ്ങൾ എത്ര സെക്കൻഡ്സ് എടുത്തു എന്നതടക്കം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിന്നും ബേസിക്കലി ഏതൊക്കെ ക്വസ്റ്റൻസിനാണ് നിങ്ങൾ കൂടുതൽ സമയം എടുക്കുന്നത്, ഏതൊക്കെയാണ് നിങ്ങൾ കുറച്ച് സമയം എടുക്കുന്നത് എന്നൊക്കെ ആ ഒരു ഫീഡ്ബാക്കിലൂടെ നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. സോ ഇത്തരത്തിലുള്ള ഒരു നല്ല ഗൈഡൻസിലൂടെ അല്ലെങ്കിൽ നല്ല മെൻറ്ററിങ്ങിലൂടെ 2026 റെയിൽവേയിൽ ഒരു നല്ല ജോലി നേടാം എന്നുള്ളത് ഡെഫിനറ്റ്ലി നമുക്ക് സാധ്യമാകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇന്നും നാളെയും നമ്മൾ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഓഫർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം അടക്കം നമ്മുടെ കോഴ്സ് നിങ്ങൾ ഇപ്പോൾ വാങ്ങുന്ന സമയത്ത്, ഇന്ന് നാളെയിൽ വാങ്ങുന്ന സമയത്ത് ഒരു 34% ഓഫ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഇപ്പോൾ ഓൾറെഡി ഉള്ള പ്രൈസിൽ നിന്നും വീണ്ടും 34% ഡിസ്കൗണ്ട് ആണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ടീം എൻട്രി നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ മെറ്റീരിയൽസുമായിട്ടും നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടുമായിട്ടും ഇവിടെ റെഡിയാണ്. നിങ്ങൾ റെഡിയാണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, സോ അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഡിഗ്രിയോ +2 ഉള്ള ആർക്കും ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ ഒട്ടും ടെൻഷൻ ആവേണ്ട, ടീം എൻട്രി നിങ്ങളുടെ കൂടെയുണ്ട്. സോ RRB NTPCയുടെ സൂപ്പർ 30 ബാച്ചസിലൂടെ തന്നെ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഇയറിലേക്ക് നിങ്ങളുടെ ഡ്രീം ജോബ് കൈ എത്തിപ്പിടിക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ കോഴ്സിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ മേ ബി പോസ്റ്റുകളെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ട്, ഓർ മേ ബി നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനെ പറ്റിയിട്ടോ ഏജ് റിലാക്സേഷനെ പറ്റിയിട്ടോ എക്സാം റിലേറ്റഡ് എന്ത് ക്വയറീസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലൂടെ നമ്മളെ കണക്ട് ചെയ്യാം. ഇനി അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വിളിക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട, നിങ്ങളുടെ ക്വസ്റ്റ്യൻ അതിലൂടെ എഴുതി നമ്മളോട് ചോദിച്ചാൽ മതി. നമ്മുടെ അക്കാഡമിക് കൗൺസിലർ അതിലൂടെ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസിലൂടെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ ക്വയറീസിനൊക്കെ ആൻസർ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്, ഇത് മിസ്സാക്കി കളയരുത് ആരും. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്കുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിലൂടെ നമ്മളെ വിളിച്ചറിയിക്കുക. ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സ് വേണം നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ അത് കോമൻസ് ആയിട്ട് നമ്മളിലേക്ക് എത്തിക്കാം. ആൻഡ് ഓൾസോ
നിങ്ങളെപ്പോലെ തന്നെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരിലേക്കും കൂടെ ഇത്തരത്തിലുള്ള വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും യൂസ്ഫുൾ ആകും. സോ നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ നമ്മുടെ ചാനൽസിൽ നമ്മൾ എല്ലാം അപ്പം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുന്നത് നിങ്ങൾ അറിയില്ല. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിലെ ബെൽ ഐക്കൺ കൂടി ഓൺ ചെയ്തിട്ടുണ്ടെങ്കിലാണ് ചൂടോടെ വരുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷനിൽ പറയാനുള്ളത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.